Good morning, dear students. In this class, we are going to discuss fundamentals of computer. That is the first unit of vocational skills in our CAP course. Computer application, accounting and publishing എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിന്റെ വൊക്കേഷണൽ സ്കിൽസിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ NSKF കോഴ്സുകളും രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. വൊക്കേഷണൽ സ്കിൽസ് എന്നും അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്നും. അതിൽ വൊക്കേഷണൽ സ്കിൽസ് പഠിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, നമുക്ക് 4 ജോബ് റോളുകൾ നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ 4 ജോബ് റോളുകളിൽ അല്ലെങ്കിൽ 4 ജോലിയിൽ നമ്മൾ പ്രാവീണ്യം നേടും എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷർ. ഈ 4 ജോബ് റോളുകളും പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് അതെല്ലാം തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് ചെയ്യേണ്ടുന്ന ജോലികളായതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ട് നമ്മൾ നമ്മുടെ കോഴ്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്പ്യൂട്ടർ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ, വാട്ട് ഈസ് ദ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. അങ്ങനെ അടിസ്ഥാനപരമായ കമ്പ്യൂട്ടറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് കമ്പ്യൂട്ടറിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പണ്ടൊക്കെ കമ്പ്യൂട്ടറിന്റെ മീനിങ് പറയുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഒരു ഫുൾ ഫോം പോലെ കോമൺലി ഓപ്പറേറ്റിംഗ് മെഷീൻ particularly or purposely used for technological education and research എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആയിട്ട് മീനിങ് ആയിട്ട് നേരത്തെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് മെഷീനാണ് കമ്പ്യൂട്ടർ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പക്ഷേ എഡ്യൂക്കേഷനോ റിസർച്ചോ ഒക്കെ പോലെയുള്ള ചെറിയൊരു മേഖലയിൽ മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എഡ്യൂക്കേഷനാകാം, റിസർച്ചിനാകാം, അതുപോലെ ബാങ്കുകളിലാകാം, ബിസിനസ് സ്ഥാപനങ്ങളിലാകാം, അതുപോലെ സ്പേസിൽ ആകാം. അങ്ങനെ ഏത് മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാവുന്ന കമ്പ്യൂട്ടറിന്റെ മീനിങ്ങിനെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാം. കമ്പ്യൂട്ടർ ഈസ് എ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓൾ ടൈപ്സ് ഓഫ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓട്ടോമാറ്റിക്കലി. അപ്പം എല്ലാതരം ലോജിക്കൽ ഓപ്പറേഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ജനറൽ പർപ്പസ് എല്ലാവിധ മേഖലയിലും ഉപയോഗിക്കാവുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് നമുക്ക് അതിന്റെ മീനിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പെർഫോംസ് ഡൈവേഴ്സ് ഓപ്പറേഷൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രോസസ് ദ ഇൻഫർമേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്സ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ യൂസർ ആഗ്രഹിക്കുന്നത് എന്ത് തരം ഇൻഫർമേഷൻ ആണോ ആ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ യൂസറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അദ്ദേഹം കൊടുക്കുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതുപോലെ അത് ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. ആ ഡേറ്റ നമുക്ക് റോ ഡേറ്റ അതിലേക്ക് കൊടുത്താൽ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് യൂസർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്ന ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ്, കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ പറ്റിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് തന്നെയായിരിക്കും. അതായത് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് വർക്ക് വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർക്കുകൾ പെർഫോം ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് സാധിക്കും.
ഉദാഹരണത്തിന് വളരെ ചെറിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത്, ഇപ്പം നമുക്ക് 4 × 5 = 20 നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പറയും, ആൻസർ കിട്ടും. അതേസമയം നമ്മളോട് പറയണ 3,68,216 ഇൻറ്റു 4,18,618. നമുക്ക് അങ്ങനെ ഒരു സംഖ്യ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ ആൻസർ കണ്ടെത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് എഴുതി തയ്യാറാക്കി അതിൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും. അതേസമയം ഈ കമ്പ്യൂട്ടറിനോടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ 4 × 5 20 എന്ന് കണ്ടെത്തിയ അതേ സ്പീഡിൽ തന്നെ അതിന് ആൻസർ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അതേ സ്പീഡിൽ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസും കമ്പ്യൂട്ടർ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചറായിട്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ, അതിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത് ആക്യുറസിയാണ്. കമ്പ്യൂട്ടറിൻ്റെ കൃത്യത, അതിൻ്റെ വർക്കിൻ്റെ കൃത്യത. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ 6 അക്കമുള്ള 2 ഫിഗറുകൾ തമ്മിലുള്ള ആ മൾട്ടിപ്ലിക്കേഷൻ, അത് വിത്തിൻ സെക്കൻഡ് നമ്മൾ 2 അക്കമുള്ള അല്ലെങ്കിൽ ഒറ്റക്കമുള്ള 2 ഫിഗറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ തന്ന അതേ സ്പീഡിൽ തന്നെ 6 അക്കമുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ നമുക്ക് തരുന്നതോടൊപ്പം തന്നെ അതിൽ ഒരു രീതിയിലുള്ള ഒരു തെറ്റും കടന്നുകൂടാനുള്ള ഒരു സാധ്യതയില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ അരമണിക്കൂർ എടുത്ത് അതിന് ആൻസർ ചെയ്താൽ പോലും ചിലപ്പോൾ അതിന് ആൻസർ ചിലപ്പോൾ കറക്റ്റായി ആകണമെന്ന് വരില്ല ഹ്യൂമൻ ബീയിങ്സിന്. അതേസമയം ഇത് കമ്പ്യൂട്ടർ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ എത്ര സ്പീഡിൽ അത് ആൻസർ ചെയ്താലും അല്ലെങ്കിൽ എത്ര സ്പീഡിൽ അത് വർക്ക് ചെയ്താലും അതിൻ്റെ കൃത്യത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, അല്ലെങ്കിൽ അത് വളരെ ആക്യുറേറ്റ്. ദർ ഈസ് നോ ചാൻസ് ഓഫ് എറർ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ ഒരു തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത, കമ്പ്യൂട്ടറിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത് ഡെലിജൻസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സാഹം. ഈ കമ്പ്യൂട്ടർ വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ ആയതുകൊണ്ട് അതിന് ഒരിക്കലും ഒരു മടുപ്പുണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ ഈ ഹ്യൂമൻ ബീങ്സ് ആയ നമ്മളോട് പറയുകയാണ്, നമുക്ക് ഒരു ജോലി നമുക്ക് തരുന്നു, അത് നമ്മൾ പെർഫോം ചെയ്യുന്നു, അതേ ജോലി നമ്മൾ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ചെറിയൊരു മടുപ്പുണ്ടാകും. അതേസമയം വീണ്ടും ഒന്നുകൂടി നമ്മളോട് ഒരു 3-4 തവണ വീണ്ടും ഒരേ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായാലും നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത് മടുപ്പുളവാക്കും. അതേസമയം കമ്പ്യൂട്ടർ ഒരു മെഷീൻ ആയതുകൊണ്ട് ഒരു റുട്ടീൻ വർക്ക് എത്ര തവണ വേണമെങ്കിലും ഒരേ തരം ജോലി വീണ്ടും കൊടുത്താലും കമ്പ്യൂട്ടർ അത് ഒരു മടുപ്പുമില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡെലിജൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പറയാവുന്നത് വേഴ്സറ്റാലിറ്റിയാണ്, അതിൻ്റെ വൈദഗ്ധ്യം. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് ക്യാൻ ബി പെർഫോംഡ് അറ്റ് എ സെയിം ടൈം ബൈ എ കമ്പ്യൂട്ടർ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് പലതരം വർക്കുകൾ ഒരേ സമയം ചെയ്യാൻ വേണമെങ്കിൽ സാധിക്കും. അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പലതരം വർക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് നിങ്ങളുടെ സ്കൂളിലേക്ക് ആണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ സ്കൂളുകളിലെല്ലാം കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാകും. ആ കമ്പ്യൂട്ടർ ലാബ് സെയിം കമ്പ്യൂട്ടർ ലാബ് തന്നെ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കും. കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്താണ്, കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. അതായത് ചിലപ്പം ഓഫീസ് ഓട്ടോമേഷൻ ആകാം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആകാം, ടാലി ആകാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വേഡ്, എക്സൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൊമേഴ്സുകാർ പോയിരുന്നുകൊണ്ട് ആ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. അതേ കമ്പ്യൂട്ടറിൽ തൊട്ടടുത്ത പീരീഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് അവർ വന്നിരുന്നുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ അതേ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു കമ്പ്യൂട്ടറിന് വൈദഗ്ധ്യം, അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ വേഴ്സറ്റാലിറ്റി ഉണ്ട്. ഒരു ജനറൽ പർപ്പസ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, കമ്പ്യൂട്ടർ ഈസ് എ ജനറൽ പർപ്പസ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വേറൊരു ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയാണ്. വെരി ഹ്യൂജ് മെമ്മറി.
അതായത് നിങ്ങൾ ഫോണൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഫോൺ മെമ്മറി അല്ലെങ്കിൽ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. അതായത് ഒന്ന് അതിൻ്റെ റാമിൻ്റെ കപ്പാസിറ്റി, വേറൊന്ന് പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി, വേറൊന്ന് മെമ്മറി. അതായത് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയെ പറ്റി നിങ്ങൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കും. കാരണം നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് എത്ര ഡേറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറി, വെരി ഹ്യൂജ് മെമ്മറി, നമുക്ക് ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വലിയ ഡേറ്റ വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാം. അതിനുള്ള മെമ്മറി നമ്മുടെ കമ്പ്യൂട്ടറിനുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. കമ്പ്യൂട്ടർ നിങ്ങൾ ഫോണൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു കപ്പാസിറ്റി ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പറയും എക്സ്പാൻഡബിൾ മെമ്മറി അപ് ടു ഇത്ര GB എന്ന് പറയും. അതുപോലെ കമ്പ്യൂട്ടറിന് എക്സ്പാൻഡബിൾ മെമ്മറി ഉണ്ട്. അതായത് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് 1, 2, 3 ഹാർഡ് ഡിസ്കുകൾ, അതായത് നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് അത് GB ഒന്നുമല്ല, TB, എത്ര TB വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയുമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമെന്ന് പറയുന്നത്. അടുത്ത നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയെ പറ്റി ഒന്ന് നോക്കാം. ദി വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ട്, വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ വാക്ക് നമുക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന ഒരു മെഷീൻ, അതിൻ്റെ കണ്ടുപിടുത്തത്തിന് നമുക്ക് ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനക്കാർ കണ്ടുപിടിച്ച അബാക്കസ് എന്ന് പറയുന്ന ഒരു മെഷീൻ, അത് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ അഡീഷൻസ് ആൻഡ് സബ്സ്ട്രാക്ഷൻസ് ചെയ്യാൻ സാധിക്കുന്ന അബാക്കസിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം ഏകദേശം തുടങ്ങിയെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അബാക്കസ് കണ്ടുപിടിച്ച അന്ന് മുതലാണ് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഏതാണ്ട് 16ാം സെഞ്ചുറിയിൽ കാർഡ്ബോർഡ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ കാൽക്കുലേറ്ററാണ് കാർഡ്ബോർഡ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ. അതിൽ മൾട്ടിപ്ലിക്കേഷൻസ്, അതുപോലെ ഡിവിഷൻസ്, അതുപോലെ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ, അങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ 16ാം സെഞ്ചുറിയിൽ കണ്ടുപിടിച്ചു. അതൊരു കാൽക്കുലേറ്റിംഗ് മെഷീനായിരുന്നു. അതിനുശേഷം 17ാം സെഞ്ചുറിയിൽ പാസ്കൽസ് മെക്കാനിക്കൽ ആഡിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു ആഡിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ഒരു ഏറ്റവും മേജറായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം, അതായത് ചാൾസ് ബാബേജിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനായ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ പൈനിയറായ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡിഫറൻസ് എഞ്ചിൻ ആൻഡ് അനലറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചു. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിന്റെ ഒരു ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു അനലറ്റിക്കൽ എഞ്ചിനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ ചാൾസ് ബാബേജിന്റെ അനലറ്റിക്കൽ എഞ്ചിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് 1837 ഒരു ഫസ്റ്റ് ഡിസൈൻ ഓഫ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഉണ്ടായത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് 1837. അത് ചാൾസ് ബാബേജിന്റെ അനലറ്റിക്കൽ എഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ആയതുകൊണ്ട് ചാൾസ് ബാബേജിനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള മേജർ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ ആ വലിപ്പം കുറഞ്ഞു വന്നു, എഫിഷ്യൻസി കൂടി വന്നു, ചെലവ് കുറഞ്ഞു വന്നു, അതുപോലെ തന്നെ പവർഫുൾ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ന് കാണുന്ന ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ആ ഒരു കമ്പ്യൂട്ടറിന്റെ തലമുറകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യുമ്പോൾ, നമുക്കൊന്ന് പഠിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്തിയതിന് ശേഷമുള്ള തലമുറകളെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 5 തലമുറകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ.
ഇപ്പം ഇങ്ങനെ 5 തലമുറകളിലും എന്നൊക്കെ മുതലാണ് എന്ന് മുതൽ എന്ന് വരെയൊക്കെയാണ് ഓരോ തലമുറകളെന്നും അതിൽ ഓരോന്നിൻ്റെ ഏതൊക്കെ ടെക്നോളജിയിലാണ് മാറ്റം വന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും ഏത് തരം കമ്പ്യൂട്ടർ ആണെങ്കിലും ഏത് വലിപ്പത്തിലുള്ള കമ്പ്യൂട്ടർ ആണെങ്കിലും എത്ര വലിപ്പം കുറഞ്ഞ കമ്പ്യൂട്ടർ ആണെങ്കിലും അതുപോലെ എത്ര സ്പീഡുള്ള കമ്പ്യൂട്ടർ ആണെങ്കിലും എത്ര സ്പീഡ് കുറഞ്ഞ കമ്പ്യൂട്ടർ ആണെങ്കിലും കമ്പ്യൂട്ടറിന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്യുക, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുക, യൂസർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനായിട്ട് ആ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനായിട്ട് മാറ്റുക, ഇൻഫർമേഷൻ ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇങ്ങനെ ആ ഒരു പ്രോസസ്സ്, അതായത് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ആൻഡ് സ്റ്റോറേജ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഏതൊരു കമ്പ്യൂട്ടറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ 4 എലമെന്റുകൾ ഇൻപുട്ടിലും പ്രോസസ്സിങ്ങിലും ഔട്ട്പുട്ടിലും അതുപോലെ സ്റ്റോറേജിലും ഉണ്ടായ ടെക്നോളജി ഡെവലപ്മെന്റിനെ അനുസരിച്ചാണ് ഈ കമ്പ്യൂട്ടറിന്റെ തലമുറകളെ ഇങ്ങനെ 5 തലമുറകളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തെ തലമുറ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്ന് മുതലാണെന്ന് നോക്കാം. അതുപോലെ അന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പോൾ 1942 മുതൽ 1955 വരെയുള്ള പീരീഡിനെയാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ മെയിനായിട്ടുണ്ടായിരുന്ന പ്രോസസ്സിംഗ് എലമെന്റ് എന്ന് പറയുന്നത് അന്ന് ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു 3 നില ബിൽഡിങ്ങിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ മെഷീനായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് വാക്വം ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സിംഗ് നടത്തുന്നു. ഇൻപുട്ടായിട്ട് പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു. അതുപോലെ ഔട്ട്പുട്ടായിട്ട് നമ്മളിന്ന് കാണുന്ന മോണിറ്റർ ഒന്നുമില്ല, പ്രിന്റ് ഔട്ട് ഫോമിൽ ഔട്ട്പുട്ട് തരുന്നു. അതുപോലെ മെഷീൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ആയിരുന്നു അന്ന് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ മെമ്മറിക്ക് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ട്യൂബുകളായിരുന്നു പ്രൈമറി മെമ്മറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പഞ്ച്ഡ് കാർഡിൽ തന്നെയായിരുന്നു നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വളരെ വലിയൊരു കമ്പ്യൂട്ടർ ആയിരുന്നു നമുക്ക് ഒന്നാം തലമുറയിൽ, ഇപ്പം ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു പീരിയഡിൽ നമുക്കുണ്ടായിരുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ വലിയൊരു മാറ്റം പിന്നീട് വന്നു. വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റർ വന്നു. പ്രോസസ്സിംഗ് എലമെന്റ് ആയി വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്റർ വന്നപ്പോൾ അത് അവിടെ മുതൽ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തരംതിരിച്ചു. 1956 മുതൽ 1964 വരെയുള്ള പീരീഡിനെ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു പ്രോസസ്സിംഗ് എലമെന്റിലാണ് മെയിനായിട്ടുള്ളൊരു ചേഞ്ച് വന്നത്. വാക്വം ട്യൂബ് മാറി ട്രാൻസിസ്റ്ററായി മാറി. അതുപോലെ വേറെ വലിയൊരു ചേഞ്ച് കൂടി ഉണ്ടായി. നമുക്ക് പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പഞ്ച്ഡ് കാർഡിന് പകരമായിട്ട് കീബോർഡിന്റെ കണ്ടുപിടുത്തം. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ലാംഗ്വേജ്, മെഷീൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജിന് പകരമായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങി. ഫോർട്രാൻ, അതുപോലെ കോബോളൊക്കെ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ തുടങ്ങി. ഔട്ട്പുട്ടായിട്ട് അന്നും നമുക്ക് പ്രിന്റ് ഔട്ട് തന്നെയാണ് കിട്ടിയിരുന്നത്. അതുപോലെ പ്രൈമറി മെമ്മറി ആയിട്ട് മാഗ്നറ്റിക് കോർ ഉപയോഗിച്ച് തുടങ്ങി. എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് മാഗ്നറ്റിക് ടേപ്പ് ഉപയോഗിച്ച് തുടങ്ങി. ഇത്രയും പ്രത്യേകതകളുള്ള ആ ഒരു പീരീഡിനെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് തേർഡ് ജനറേഷനിലോട്ട് വന്നപ്പോൾ വീണ്ടും വേറൊരു വളരെ വലിയ ഒരു ചേഞ്ച് ഉണ്ടായി. അതായത് ട്രാൻസിസ്റ്റർ മാറി, പ്രോസസ്സിംഗ് എലമെന്റായ ട്രാൻസിസ്റ്റർ മാറി, അവിടെ IC ചിപ്പ് വന്നു. അതുപോലെ ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ഔട്ട് തരുന്നതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതായത് മോണിറ്റർ വന്നു. വളരെ വലിയൊരു ചേഞ്ച്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു വലിപ്പം വീണ്ടും കമ്പ്യൂട്ടറിന്റെ വലിപ്പം നേരത്തെ കാലം കുറച്ചുകൂടി കുറഞ്ഞു. ആ ഒരു പീരീഡ് 1965 മുതൽ 1975 വരെയുള്ള പീരീഡിനെയാണ് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. തേർഡ് ജനറേഷനാണ് 1965 മുതൽ 1975 വരെയുള്ള ഒരു പീരീഡ്. അപ്പോൾ അവിടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് മാഗ്നറ്റിക് കോറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ജനറേഷൻ
1976 മുതൽ 1989 വരെ വരുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ഫോർത്ത് ജനറേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് അന്നത്തെ അതിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന പ്രോസസ്സിംഗ് എലമെന്റായ IC ചിപ്പ് മാറി അതിന് പകരം മൈക്രോ പ്രോസസ്സർ വന്നു. അതുപോലെ ബാക്കി ഇൻപുട്ട് കീബോർഡ് തന്നെയാണ്, അതുപോലെ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന മോണിറ്റർ തന്നെയാണ്. പക്ഷേ ലാംഗ്വേജസ് നേരത്തെ ഉണ്ടായിരുന്ന ഫോർട്ടാനും കോബോളെല്ലാം മാറി അതിന് പകരം C, C+, അതുപോലെ ജാവ പോലെയൊക്കെയുള്ള പുതിയ പുതിയ ലാംഗ്വേജുകൾ വന്നു. അതുപോലെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടായ ഒരു പീരീഡാണ് ഫോർത്ത് ജനറേഷനായിട്ട് നമ്മൾ പറയുന്നത് 1976 മുതൽ 1989 വരെയുള്ള ഒരു പീരീഡ്. അതിനുശേഷം 1990 മുതൽ ഇങ്ങോട്ട് വരുന്ന ഇത് ഇപ്പോൾ അറ്റ് പ്രസന്റ് വരെയുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ടെക്നോളജി വീണ്ടും മാറിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, നേരത്തെ ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആ ഒരു കമ്പ്യൂട്ടർ അല്ല ഇപ്പം നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ. അതായത് ടെക്നോളജിയുടെ അനുസരിച്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ വലിപ്പം കുറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ ഫസ്റ്റ് ജനറേഷനിൽ പറഞ്ഞ 3 നില കെട്ടിടത്തിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു വലിയ കമ്പ്യൂട്ടർ, വാക്കൻ ടോപ്പ് ഉപയോഗിച്ചിരുന്ന വലിയൊരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന റൂം ടു എ പാം എന്ന് പറയാം നമുക്ക്. അതായത് ഒരു വലിയ റൂമിൽ നിന്ന് നമ്മുടെ കൈവെള്ളയിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് വന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് സ്വയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു കമ്പ്യൂട്ടറിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ തലമുറകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക്, പണ്ടത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് വരെയുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പറയാവുന്നത് ഇത്രയുമാണ്. ഇതാണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് അടുത്തതായി കമ്പ്യൂട്ടറിനെ എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എങ്ങനെയെല്ലാം തരംതിരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ 3 bases. First of all, on the basis of purpose, and second one is on the basis of functions, and third one is on the basis of size. കമ്പ്യൂട്ടറിന്റെ പർപ്പസ്, എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ അത് ചെയ്യുന്ന ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ ഓൺ ദി ബേസിസ് ഓഫ് സൈസ്, അതിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിൽ ആദ്യമായി പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ആണ്. പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്, ആ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നതിന്റെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം, അത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന, ജനറലായിട്ട് ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേരാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ഇതെല്ലാം ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകളാണ്. നമ്മുടെ സ്കൂളിലൊക്കെ കാണുന്ന ലാപ്ടോപ്പുകളെല്ലാം നമുക്ക് ഏത് കാര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് ഉപയോഗിക്കാം, കൊമേഴ്സ് സ്റ്റുഡൻസിന് ഉപയോഗിക്കാം, അങ്ങനെ ഏത് സ്റ്റുഡൻസിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന കമ്പ്യൂട്ടറാണ്. അപ്പം അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാവുന്ന കമ്പ്യൂട്ടറിന് നമുക്ക് പറയാവുന്ന ഒരു പേരാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് പർപ്പസ്. The second one classification is special purpose computer. ആ പേരിലും ഉണ്ട് എന്താണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഡിസൈൻഡ് ഫോർ എ പർട്ടിക്കുലർ ഓർ സ്പെഷ്യൽ പർപ്പസ്. അത് ആ പർപ്പസിന് വേണ്ടി മാത്രമേ ആ കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പറയാം ATM മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അതിന് അവിടെ അതിന് കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് അതിന് ക്യാഷ് വിഡ്രോ ചെയ്യാനോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ അതിന് കൊടുത്തിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ആ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കാം. അപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സ്പെഷ്യൽ പർപ്പസ് പറഞ്ഞിട്ടുണ്ട്. ആ പർപ്പസ് മാത്രമേ ആ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുള്ളൂ. ഇനി അടുത്തത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നു ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷനാണ്. ആ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ they are classified into 3. First one is analog computer, second one is digital computer, and the third one is hybrid computer. First നമുക്ക് ആദ്യത്തെ എന്താന്ന് നോക്കാം. അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടർ മെഷർ കണ്ടിന്യൂസ് ഡാറ്റ
or physical quantities and converting them into information. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡേറ്റ, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റയെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അസസ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കാറിൻ്റെയൊക്കെ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അത് സ്പീഡ് മെഷർ ചെയ്യുന്നു, അതിനെ അസസ് ചെയ്യുന്നു, അതിനുശേഷം ഒരു നീഡിലിൻ്റെ രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഇത്ര സ്പീഡിലാണ് ആ കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് തരുന്ന രീതിയിൽ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണ് അത് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ. ദി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് ഓൺ ഡിജിറ്റ് ആണ്. അതായത് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന 2 ഡിജിറ്റുകൾ പറയുന്ന പേര് ബൈനറി ഡിജിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബൈനറി ഡിജിറ്റ് ആയ 0 and 1 എല്ലാ ഇൻഫർമേഷൻസും കൺവേർട്ട് ചെയ്യുന്നു. ഓൾ ഇൻഫർമേഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ബൈനറി ഡിജിറ്റ്സ് ഇൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ബൈനറി ഡിജിറ്റ്സിലേക്കായിട്ട് എല്ലാ ഇൻഫർമേഷൻസിനും കൺവേർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ആൻഡ് തേർഡ് വൺ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻസ്, ദ തേർഡ് വൺ ഈസ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഹൈബ്രിഡ് ചെയ്യുന്നു, അതായത് അനലോഗ് കമ്പ്യൂട്ടറിനെയും അതുപോലെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട്, രണ്ടിൻ്റെയും ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അതായത് ഇൻ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ദി ഫീച്ചേഴ്സ് ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ കമ്പൈൻഡ് ടുഗദർ. അപ്പോൾ അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് റിസർച്ചിന്, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് തെർമൽ സ്കാനർ, അതുപോലെ ECG മെഷീൻ, ഇതൊക്കെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സൈസ്. ഓൺ ദി ബേസിസ് ഓഫ് സൈസ് വി ക്യാൻ ക്ലാസിഫൈ കമ്പ്യൂട്ടർ ഇൻ ടു 4 types. ദാറ്റ് ഈസ് സൂപ്പർ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് ഓൺ ദി ബേസ് ഓഫ് സൈസ്, കമ്പ്യൂട്ടറിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും വലുത്, തൊട്ടടുത്ത് അത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, അതിൻ്റെ തൊട്ട് താഴെ മിനി കമ്പ്യൂട്ടർ, അതിൻ്റെ ഏറ്റവും ചെറുത് മൈക്രോ കമ്പ്യൂട്ടർ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. സൂപ്പർ കമ്പ്യൂട്ടർ, അതായത് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ്, ഏറ്റവും വലിപ്പം കൂടിയ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേരാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാർജ് ഇൻ സൈസ് ആൻഡ് യൂസ്ഡ് മോർ ദാൻ 1 പ്രോസസ്സർ. ഒരു പ്രോസസ്സർ മാത്രമൊന്നുമല്ല അതിൽ ഉപയോഗിക്കുന്നത്, ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് വലിയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പം ബയോമെഡിക്കൽ റിസർച്ചിൽ, അതുപോലെ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേരാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഹ്യൂജ് മെമ്മറി ആയിരിക്കും, ലാർജ് ഇൻ സൈസ് ആയിരിക്കും, വെരി ഹൈ സ്പീഡായിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അതായത് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ സ്പീഡുള്ള, ഏറ്റവും വലിപ്പമുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേരാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് സൈസ്, ദി സെക്കൻഡ് കമ്പ്യൂട്ടർ ഈസ് കോൾഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അതായത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ അത്രയും വലിപ്പം ഇല്ല എന്നുള്ളൂ, തൊട്ടടുത്ത വലിപ്പമുണ്ട്. ലാർജ് വോളിയം ഓഫ് ഡേറ്റ പ്രോസസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ലാർജ് വോളിയം ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതുപോലെ ലാർജ് ഇൻ സൈസാണ്, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, ഹൈ സ്പീഡ് ഉണ്ട്. പക്ഷേ തൊട്ടടുത്ത്, അതായത് സൂപ്പർ കമ്പ്യൂട്ടർ ഇതിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് രണ്ടും ഏതാണ്ട് ലാർജ് ഇൻ സൈസാണ്, വലിയ സ്പീഡുള്ള കമ്പ്യൂട്ടർ തന്നെയാണ്. ഇനി തൊട്ടടുത്ത് അതിൻ്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ, തേർഡ് വൺ ഈസ് കോൾഡ് മിനി കമ്പ്യൂട്ടർ. അതായത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ അത്ര വലിപ്പമില്ല എങ്കിലും അത് കുറച്ച് വലുതാണ്. അതായത് മൈക്രോ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ കുറച്ച് വലുതാണ്. അതിപ്പോൾ നമുക്ക് ബാങ്കുകളിലൊക്കെ സെർവർ പോലെയൊക്കെ ഉപയോഗിക്കാം. അതായത് കുറേ അധികം കമ്പ്യൂട്ടറുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സെർവർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ഏതാണ്ട് 250ഓളമൊക്കെ കമ്പ്യൂട്ടറുകളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഒരു കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് മിനി വേർഷൻ ഓഫ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ ഒരു മിനി വേർഷനാണ് ഈ മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റ് രണ്ടിനേക്കാളും ചെറുതാണ്. അതുപോലെ എന്നാൽ
കുറേ അധികം കമ്പ്യൂട്ടറുകളുടെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഇനി ഏറ്റവും ചെറുതാണ്, ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ സാധാരണ കാണുന്ന കമ്പ്യൂട്ടർ, അതായത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, നമ്മൾ സ്കൂൾ ലാബുകളിലും ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ കാണുന്ന ചെറിയ കമ്പ്യൂട്ടർ, അതായത് സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. അതുപോലെ സ്മോൾ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. മൈക്രോ പ്രോസസർ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. അതുപോലെ ലെസ് എക്സ്പെൻസീവ് ആയ കമ്പ്യൂട്ടറാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമോ, അത് കുറച്ചധികം എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് ഏറ്റവും കുറഞ്ഞ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്.